മത്തങ്ങയും പയറും ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതും പയർ ഉടഞ്ഞു പോകാതെ മത്തങ്ങ നല്ലതുപോലെ വേവിച്ച് എങ്ങനെ എടുക്കണം എന്നുള്ള ടിപ്പും കൂടെ പറഞ്ഞു തരാം. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇത് 250 മില്ലിയുടെ ഒരു കപ്പാണ്. അതിനകത്ത് പയറും എടുത്തിട്ടുണ്ട്. വൻപയറാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കുതിരാനിടാം. കുതിർന്ന് കിട്ടിയ വൻപയർ നമുക്ക് ഇതേപോലെ കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി പയർ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് പയർ നികന്ന് കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു വെക്കണം. അതിൽ കൂടുതൽ വെള്ളം വേണ്ട. പയർ വേകാനുള്ള വെള്ളം പോലെ പയർ നികന്ന് കിട്ടത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മത്തങ്ങയിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനി കുക്കർ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം തേങ്ങയും ജീരകവും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുക്കർ ഒരു 3 വിസിൽ വന്നാൽ മതി. വിസിൽ മുഴുവൻ പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇനിയാണ് നമ്മൾ മത്തങ്ങയുടെ വേവ് നോക്കാൻ പോണത്. കണ്ടില്ല, നല്ല ചാന്ത് പോലെ മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, മത്തങ്ങയും പയറും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കരുത്. പയറിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പയറിൻ്റെ വേവ് കുറഞ്ഞു വരും. ആവിയിൽ കിടന്ന് വേകണ മത്തങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. വെള്ളത്തിൽ കിടക്കണ പയർ സാവകാശം മാത്രമേ വേകുള്ളൂ. നമുക്ക് മത്തങ്ങ എരിശ്ശേരിയുടെ പാകം എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ മത്തങ്ങയും പയറും വെന്തത് ഒരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. തീരെ കുറുകിയിരിക്കരുത് കറി. ഒരു ലേശം ലൂസായിട്ട് എന്നാൽ നന്നായിട്ട് കുറുകിയതുപോലെയും വേണം കറി ഇരിക്കാനായിട്ട്. മത്തങ്ങ കറി വെച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും ഇത്. അതുകൊണ്ട് അതനുസരിച്ച് നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയും മത്തങ്ങയും എല്ലായിടത്തേക്കും ഒരേപോലെ ഒന്ന് മിക്സ് ആവണ വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് തള വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തള വന്ന് തുടങ്ങുമ്പോൾ ഇതൊന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. പതുക്കെ പതുക്കെ ഇരുന്ന് ഇങ്ങനെ തള വന്നാൽ മാത്രമേ നമ്മുടെ കറി ചീത്തയാവാതിരിക്കുള്ളൂ. വൈകുന്നേരം വരെ ഒരു കേടും കൂടാതെ നല്ല സുഖമായിട്ടിരുന്നോളും. ഈ കറി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് രാവിലെ ഒരു 6:30 ടൈമിലാണ് കേട്ടോ. പക്ഷെ എന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളും. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള വറവാണ് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ ചിരകിയ തേങ്ങ 2 വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ഇതേപോലെ മുരിഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. നമ്മുടെ വറവരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കരുത് കേട്ടോ. മത്തങ്ങ എരിശ്ശേരിയിൽ പൊതുവെ വെളുത്തുള്ളി ചേർക്കാറില്ല. എന്നാലും ചില സ്ഥലങ്ങളിലും ചില ആൾക്കാരൊക്കെ വെളുത്തുള്ളി ചേർത്ത് കാണുന്നുണ്ട്. പൊതുവെ മത്തങ്ങ എരിശ്ശേരിയിൽ വെളുത്തുള്ളി ഇല്ലാതെയാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങ വറുത്തരിശ്ശേരി. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.